പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ UG PG BEd അഡ്മിഷന്റെ ഭാഗമായിട്ടുള്ള ഡിഫറെന്റ് കോട്ടകളുണ്ട്. കമ്മ്യൂണിറ്റി കോട്ട, മാനേജ്മെന്റ് കോട്ട, സ്പോർട്സ് കോട്ട, PWD കോട്ട പോലുള്ള കോട്ടകളിലേക്കുള്ള അഡ്മിഷൻ നടപടികൾ എങ്ങനെയെന്ന് വിദ്യാർത്ഥികൾ ചോദിക്കുകയുണ്ടായി. അതിന്റെ കൂടെ തന്നെ മറ്റു റിസർവേഷനുകളുണ്ട്. SC ST റിസർവേഷൻ, ഗവൺമെന്റ് കോളേജുകളിലെ മുസ്ലിം റിസർവേഷൻ, ഈഴവ റിസർവേഷൻ, SCBC എന്ന് പറയും ആ റിസർവേഷൻ, അങ്ങനെ ഡിഫറെന്റ് റിസർവേഷനുകൾ. ഇതിലേക്കുള്ള അഡ്മിഷൻ നടപടികൾ എങ്ങനെയെന്ന് വിദ്യാർത്ഥികൾ ചോദിക്കേണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത്. ആബിദ് ടോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെങ്കിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഡിഫറെന്റ് UG PG BEd അഡ്മിഷനുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും അറിയുന്നതിന് വേണ്ടിയിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ആദ്യം തന്നെ നമ്മൾ ഡിഫറെന്റ് കോട്ടകൾ പറയുന്നതിന് മുമ്പ് റിസർവേഷനുകളെ കുറിച്ച് പറയാം. ഒരു മാൻഡേറ്ററി റിസർവേഷൻ ഉണ്ട്. ഓരോ കോളേജിലും ചില റിസർവേഷനുകൾ ഉണ്ട്. ഗവൺമെന്റ് കോളേജിൽ ഇത്ര പെർസെന്റേജ് കഴിഞ്ഞാൽ ബാക്കിയൊക്കെ റിസർവേഷൻ 50% മുകളിൽ, ബാക്കി 50% റിസർവേഷൻ ആയിട്ട് പോകും. 50-40% റിസർവേഷൻ ആയിട്ട് പോകും. ഈ റിസർവേഷനുകൾ സീറ്റ് ഫില്ല് ചെയ്യുന്നത് നമ്മൾ ജനറൽ മെറിറ്റിൽ എങ്ങനെയാണോ അലോട്ട്മെന്റ്, ആ രീതിയിൽ അലോട്ട്മെന്റ് മുഖേനയാണ് അവിടുത്തെ റിസർവേഷൻ ഫില്ല് ചെയ്യുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മലപ്പുറം ഗവൺമെന്റ് കോളേജിൽ SCBC സീറ്റ് ഉണ്ടാവും. SCBC സീറ്റ്, ഓക്കെ, സോഷ്യലി എക്കണോമിക് ബാക്ക്വേർഡ് ക്ലാസ്സസ്, അതിൽ മുസ്ലിം ഈഴവ പോലുള്ള ആ ഇതിലുള്ള കമ്മ്യൂണിറ്റിയിലുള്ള വിദ്യാർത്ഥികളാണ് അതിൽ ഉൾപ്പെടുക. അതിലേക്കുള്ള റിസർവേഷൻ എന്ന് പറയുന്നത് അലോട്ട്മെന്റിൽ വിദ്യാർത്ഥികൾ കൊടുക്കുന്നത്, അലോട്ട്മെന്റ് കൊടുക്കുമല്ലോ, നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടും. ആ +1 നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടിയതുപോലെ, അല്ലെങ്കിൽ ഡിഗ്രിക്ക് നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടിയതുപോലെ അലോട്ട്മെന്റ് കൊടുക്കുന്നത് പോലെ തന്നെ ആയിരിക്കും അതിന്റെ അലോട്ട്മെന്റ് വഴി ആയിട്ടായിരിക്കും ആ റിസർവേഷൻ. SC ST റിസർവേഷനും ഈ രീതിയിൽ തന്നെ ആയിരിക്കും. അങ്ങനെ ഡിഫറെന്റ് റിസർവേഷനുകൾ, ഗവൺമെന്റ് കോളേജിലെ റിസർവേഷൻ, എയ്ഡഡ് കോളേജിലെ SC ST റിസർവേഷൻ ഒക്കെ ഈ രീതിയിൽ ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ഡിഫറെന്റ് കോട്ടകളിലേക്ക് കടക്കാം. ആദ്യം നമുക്ക് കമ്മ്യൂണിറ്റി കോട്ട. കമ്മ്യൂണിറ്റി കോട്ട എന്ന് പറയുന്നത് ആദ്യം തന്നെ മനസ്സിലാക്കി വെക്കുക, എയ്ഡഡ് കോളേജിൽ മാത്രമേ കമ്മ്യൂണിറ്റി കോട്ട ഉള്ളൂ. ഒന്ന്, എയ്ഡഡ് കോളേജിലാണ് കമ്മ്യൂണിറ്റി കോട്ട ഉള്ളത്. എയ്ഡഡ് കോളേജിൽ തന്നെ എയ്ഡഡ് കോഴ്സുകൾക്ക് മാത്രമേ കമ്മ്യൂണിറ്റി കോട്ട ഉള്ളൂ. സെൽഫ് ഫിനാൻസിങ് കോളേജിലോ ഗവൺമെന്റ് കോളേജിലോ എയ്ഡഡ് കമ്മ്യൂണിറ്റി കോട്ട ഇല്ല എന്നുള്ളത് മനസ്സിലാക്കി വെക്കാം. ഈ കമ്മ്യൂണിറ്റി കോട്ടയിലേക്ക് അഡ്മിഷൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് അത് തന്നെ ഏത് മാനേജ്മെന്റ് ആണോ ആ കോളേജ് നടത്തുന്നത് അതിലുള്ള കമ്മ്യൂണിറ്റിക്കാണ് സീറ്റ് ലഭിക്കുക. ഇപ്പോ ഒറ്റപ്പാലം NSS കോളേജിലെ കമ്മ്യൂണിറ്റി കോട്ട എന്ന് പറയുന്നത് നായർ സമുദായത്തിലെ വിദ്യാർത്ഥികൾക്കാണ്. SN കോളേജിലെ കമ്മ്യൂണിറ്റി കോട്ട ഈഴവ വിദ്യാർത്ഥികൾക്കാണ്. വണ്ടൂർ അംബേദ്കർ കോളേജിലെ കമ്മ്യൂണിറ്റി കോട്ട എന്ന് പറയുന്നത് SC ST SC വിദ്യാർത്ഥികൾക്കാണ്. SC വിദ്യാർത്ഥികൾക്കാണ്. EMA കോളേജിലെ കമ്മ്യൂണിറ്റി കോട്ട എന്ന് പറയുന്നത് മുസ്ലിം വിദ്യാർത്ഥികൾക്കാണ്. മണ്ണാർക്കാട് MES കമ്മ്യൂണിറ്റി കോട്ട പറഞ്ഞാൽ മുസ്ലിം വിദ്യാർത്ഥികൾക്കാണ്. അപ്പൊ ഈ കമ്മ്യൂണിറ്റി കോട്ട ഇതിൽ മുന്നോക്ക സമുദായം നടത്തുന്ന കോളേജിൽ 10% കമ്മ്യൂണിറ്റി കോട്ട. ഒരു കോഴ്സിന് 10%, 60 സീറ്റ് ഉണ്ടെങ്കിൽ 6 സീറ്റാണ്. പിന്നോക്ക സമുദായം നടത്തുന്ന മുസ്ലിം ഈഴവ പോലുള്ള കമ്മ്യൂണിറ്റി നടത്തുന്നതിൽ 20% ഉണ്ട്, 12 സീറ്റ്, 60 സീറ്റ് ഉണ്ടെങ്കിൽ. ഇതിലേക്കാണ് കമ്മ്യൂണിറ്റി കോട്ട അഡ്മിഷൻ നടക്കുന്നത്. അങ്ങനെ അതിലേക്ക് കമ്മ്യൂണിറ്റി കോട്ട അഡ്മിഷന്റെ ഭാഗമായിട്ട് നിങ്ങൾ 20 ഓപ്ഷൻ കൊടുക്കും അഡ്മിഷൻ സമയത്ത്. ഈ 20 ഓപ്ഷൻ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ കൊടുത്ത ഓപ്ഷനുകളിൽ നിങ്ങൾക്ക് യോജിച്ച കമ്മ്യൂണിറ്റി കോട്ട ഓപ്ഷനുകൾ ഉണ്ടെങ്കിൽ, എന്ന് പറഞ്ഞാൽ ഞാൻ ഓപ്ഷൻ കൊടുത്തപ്പോൾ മണ്ണാർക്കാട് MES ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, പൊന്നാനി MES ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, EMA കോളേജിലൊക്കെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു മുസ്ലിം വിദ്യാർത്ഥിയാണ് എന്ന നിലക്ക് എനിക്ക് എന്ത് ചെയ്യും, എന്റെ ഓപ്ഷൻ അടിയിൽ കമ്മ്യൂണിറ്റി കോട്ട ഓപ്ഷൻ എന്ന് വരും. നിങ്ങൾ വളരെ കൃത്യമായിട്ട് നിങ്ങൾ കൊടുത്ത ഓപ്ഷനിൽ ഇത് വന്നിട്ടുണ്ടോ എന്ന് നോക്കണം. നിങ്ങൾ അതിന്റെ പ്രിന്റ് ഔട്ടിൽ, അതില്ലെങ്കിൽ എഡിറ്റിംഗ് ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് എഡിറ്റിംഗ് നടത്തേണ്ടതാണ് എന്നാണ് പറയാനുള്ളത്. അപ്പോൾ ആ കമ്മ്യൂണിറ്റി കോട്ട ഓപ്ഷനിലേക്ക് ആണ് നമുക്ക് അഡ്മിഷൻ, കമ്മ്യൂണിറ്റി കോട്ടയിൽ അഡ്മിഷൻ കിട്ടുക. ഇതിന്റെ കമ്മ്യൂണിറ്റി കോട്ട അഡ്മിഷൻ എന്ന് പറയുന്നത് അലോട്ട്മെന്റ് 1 or 2 കഴിഞ്ഞതിന് ശേഷം, വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുക, അലോട്ട്മെന്റ് 1 or 2 കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യും, യൂണിവേഴ്സിറ്റി കമ്മ്യൂണിറ്റി കോട്ട ഓൺലൈൻ റിപ്പോർട്ടിംഗ്, കഴിഞ്ഞ വർഷങ്ങളൊക്കെ സംഭവിച്ച ഓൺലൈൻ റിപ്പോർട്ടിംഗ് ഉണ്ടാവും. ആ സമയത്ത് നമുക്ക് കമ്മ്യൂണിറ്റി കോട്ടയിൽ സീറ്റ് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഓൺലൈനിൽ റിപ്പോർട്ട് ചെയ്യുക. ആ സമയമാകുമ്പോൾ ഞാൻ വളരെ കൃത്യമായിട്ട് നിങ്ങളോട് ആ കാര്യം പറയുന്നതായിരിക്കും. ആ ഓൺലൈൻ റിപ്പോർട്ടിംഗ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഓൺലൈൻ റിപ്പോർട്ടിംഗ് ചെയ്തതിന് ശേഷമുള്ള റാങ്ക് ലിസ്റ്റ് കോളേജുകൾക്ക് കൊടുക്കും. കോളേജുകൾ എന്ത് ചെയ്യും, ആ റാങ്ക് ലിസ്റ്റിൽ നിന്ന് ഏതൊക്കെ വിദ്യാർത്ഥികളാണോ ആ കോളേജിലേക്ക് റാങ്ക് ലിസ്റ്റ് പ്രകാരം അഡ്മിഷൻ കൊടുക്കേണ്ട അവരെ ഫോൺ ചെയ്ത് വിളിക്കും.
എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിറ്റി കോട്ട റാങ്ക് ലിസ്റ്റിൽ 12 സീറ്റാണ് ബികോമിനുള്ളത് ഒരു കോളേജിൽ. അതിൽ 12 സീറ്റിലേക്ക് ആദ്യത്തെ 12 ആളെ വിളിക്കും. അതിൽ ഒരാളില്ലെങ്കിൽ അടുത്ത ആളെ വിളിക്കും, ഒരാളില്ലെങ്കിൽ പിന്നെ ഒരാളില്ലെങ്കിലും അടുത്തൊരാളെ വിളിക്കും. ഇങ്ങനെ വിളിച്ചുകൊണ്ടേ ഇരിക്കും. ഇങ്ങനെയാണ് കമ്മ്യൂണിറ്റി കോട്ടയുടെ അഡ്മിഷൻ നടപടികൾ. ഇനി അടുത്തതായിട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത് മാനേജ്മെന്റ് കോട്ടയാണ്. വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. മാനേജ്മെന്റ് കോട്ട സീറ്റ് ഉണ്ടാവുക എയ്ഡഡ് കോളേജിലും സെൽഫ് ഫിനാൻസിങ് കോളേജിലുമാണ് മാനേജ്മെന്റ് കോട്ട ഉള്ളത്. മാനേജ്മെന്റ് കോട്ട എന്ന് പറയുന്നത് മാനേജ്മെന്റ് കോട്ടയിൽ അഡ്മിഷൻ കിട്ടണമെങ്കിൽ, കമ്മ്യൂണിറ്റി കോട്ടയിൽ അഡ്മിഷൻ കിട്ടണമെങ്കിൽ, സ്പോർട്സ് കോട്ടയിൽ ഏത് കോട്ടയിൽ അഡ്മിഷൻ കിട്ടണമെങ്കിലും യൂണിവേഴ്സിറ്റിയുടെ ഓൺലൈൻ അപേക്ഷാ സമർപ്പണം പൂർത്തിയാകും. മാനേജ്മെന്റ് കോട്ടക്ക് അതായത് മാനേജ്മെന്റിന് അപേക്ഷ കൊടുത്തിട്ട് അപേക്ഷ ക്ഷണിച്ചിട്ട് അതിൽ എന്ത് ചെയ്യാം, അപേക്ഷ തന്നവരിൽ നിന്നും എന്ത് ചെയ്യാം, അവർക്ക് വേണ്ട ആളുകൾക്ക് അതിന് റാങ്ക് ലിസ്റ്റോ ഒന്നും ഇടണ്ട. അവർക്ക് ചിലപ്പോൾ 90% ഒരാൾക്ക് വേണമെങ്കിൽ കൊടുക്കാം, ചിലപ്പോൾ 60% ഒരാൾക്ക് കൊടുക്കാം. എത്രയാണോ സീറ്റ് ഉള്ളത് ആ സീറ്റ് അവർക്ക് ഫില്ല് ചെയ്യാവുന്നതാണ്. അതിന് റാങ്ക് ലിസ്റ്റും മറ്റൊക്കെ ചില കോളേജുകൾ ഇടാറുണ്ട്, ചില കോളേജുകൾ റാങ്ക് ലിസ്റ്റ് ഇടാറില്ല. അതൊക്കെ അവരുടെ താല്പര്യമാണ്. ഓക്കെ, 20% മാനേജ്മെന്റ് കോട്ട സീറ്റ് ആണ് എയ്ഡഡ് കോളേജുകളിൽ. സെൽഫ് ഫിനാൻസിങ് കോളേജ് 50-40% മാനേജ്മെന്റ് കോട്ട ഉണ്ട്. അതിലേക്കുള്ള അഡ്മിഷൻ ആ രീതിയിൽ അവർക്ക് താല്പര്യമുള്ള ആളുകൾക്ക് മാനേജ്മെന്റ് കോട്ട കൊടുക്കാവുന്നതാണ്. അതിന് നിങ്ങൾ ഏത് കോളേജിലാണ് നിങ്ങൾ മാനേജ്മെന്റ് കോട്ട സീറ്റ് പ്രതീക്ഷിക്കുന്നത് ആ കോളേജുമായി ബന്ധപ്പെടുകയാണ് വേണ്ടത്. അടുത്തത് സ്പോർട്സ് കോട്ട. സ്പോർട്സ് കോട്ടക്കുള്ള അഡ്മിഷനും ഇതേപോലെ തന്നെ സ്പോർട്സ് കോട്ടന്റെ അപേക്ഷ അതാത് കോളേജുകൾ അപേക്ഷ ക്ഷണിക്കാറുണ്ട്. അവിടെ കൊണ്ടുപോയി കൊടുത്തതിന് ശേഷം അവർ അതിന്റെ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കും. അതിന് കുറെ ക്രൈറ്റീരിയകളൊക്കെ ഉണ്ട് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതിന്. നാഷണൽ ലെവലിൽ, ഇന്റർനാഷണൽ ലെവലിലൊക്കെ സ്പോർട്സിൽ അറ്റൻഡ് ചെയ്തതിന് അതിന് കൂടുതൽ മാർക്കും അതിന് കൂടുതൽ വെയിറ്റേജ് ഒക്കെ നോക്കിയിട്ടൊക്കെയാണ് സ്പോർട്സ് കോട്ടയുടെ അഡ്മിഷൻ നടത്താറുള്ളത്. അത് അതാത് കോളേജിലെ സ്പോർട്സ് വിഭാഗം അധ്യാപകനുമായി ബന്ധപ്പെടുകയാണ് വേണ്ടത്. ഓക്കെ, ഇനി PWD കോട്ട. PWD കോട്ട എന്ന് പറയുന്നത് ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് വിദ്യാർത്ഥികൾക്കുള്ള കോട്ടയാണ്. നിങ്ങൾ അപേക്ഷ കൊടുക്കുമ്പോൾ PWD ആണോ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത്, അങ്ങനെ ചോദിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് അത് കൊടുത്ത്, അങ്ങനെയാണെങ്കിൽ അത് കൊടുത്തതിന് ശേഷം അതിന്റെ റാങ്ക് ലിസ്റ്റ് കോളേജുകൾക്ക് കൈമാറും. ആ കോളേജ് ആ റാങ്ക് ലിസ്റ്റിൽ നിന്ന് വിളിച്ചിട്ടാണ് അഡ്മിഷൻ നടപടികൾ ഉണ്ടായിരിക്കുക. ഇത്ര കാര്യങ്ങളാണ് ഈ കോട്ട അഡ്മിഷനുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് സംസാരിക്കാനുള്ളത്. ഇതിൽ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം, ബി.എഡ് കോളേജിൽ, ബി.എഡ് കോഴ്സുകളിൽ 2 കോളേജിലെ കമ്മ്യൂണിറ്റി കോട്ടയേ ഉള്ളൂ. ഒന്ന് ഫറൂഖ് ട്രെയിനിങ് കോളേജും NSS ഒറ്റപ്പാലത്തുമാണ് എന്നുള്ളതും കൂടി മനസ്സിലാക്കി വെക്കുക. ഓക്കെ, താങ്ക് യു.